ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നാളികേരിട്ട് കൊടുക്കുക. പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നന്നായി അടിച്ചെടുക്കുക. വെള്ളരിയിലൊട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് പീസാക്കി എടുത്ത് ഓരോ പീസ് എടുത്ത് നമുക്ക് ഈ ചമ്മന്തി അതിലേക്ക് നിറച്ച് കൊടുക്കണം. എല്ലാ ഭാഗവും കവർ ചെയ്ത് കൊടുക്കുക. ഒട്ടും പുറത്ത് കാണാത്ത വിധമായിരിക്കണം. അല്ലെങ്കിൽ മുട്ട നമുക്ക് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാം നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കാം. മിനിറ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓരോന്നെടുത്ത് മുട്ടയുടെ മിക്സിയിലിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.